ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ റമദാനൊക്കെ കഴിഞ്ഞ് ഈദൊക്കെ ആഘോഷിക്കുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ അനിയത്തിയുടെ വീട് പെരിങ്ങമലയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അതിനൊരു 10 കിലോമീറ്റർ അപ്പുറമാണ് നമ്മളെ ബ്രൈമൂർ മങ്കയം വാട്ടർഫാൾസ്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുവാണേ. നമ്മൾ പെരിങ്ങമലയിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടേക്ക് കയറിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ഈ ടൗണിലെ ചൂടിൽ നിന്നൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത്. കംപ്ലീറ്റ് 2 സൈഡിലും നല്ല മരങ്ങളും തിക്കായിട്ടുള്ള ഒരു കാടാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഒരുപാട് പേര് അങ്ങോട്ടൊക്കെ പോയിട്ട് വരുന്നവർ ഉണ്ട് കേട്ടോ, മങ്കയം വാട്ടർഫാൾസ് കണ്ടിട്ട്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം പോവുകയാണ്. അനിയത്തിയുടെ സ്ഥലം ഇവിടെയല്ലേ, അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് പോവും കാണാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾ ആണ് കൊണ്ടുപോകുന്നത് നമ്മളങ്ങോട്ടേക്ക്. അവരാണ് മുന്നിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ പൊന്മുടി പോകുമ്പോൾ, പൊന്മുടി ഇവിടെ അടുത്ത് തന്നെയാണ്, 3-4 ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി പേടിയാണ് ഈ ഹെയർ പിൻ വളവുകളെന്ന് പറയുന്നത്. പൊതുവേ 2 വീലറിൽ പോകുമ്പോൾ, കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയത്തില്ലല്ലോ, പക്ഷേ 2 വീലറിൽ നമ്മൾ പോകുമ്പോൾ പ്രത്യേക യാത്രയ്ക്കൊരു സുഖമാണ്. ഇതാ ബോർഡ് കണ്ടില്ലേ, മങ്കയം വാട്ടർഫാൾസ്, അവിടേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഇതേ കാണുന്നതാണ് എൻട്രൻസ്, ചെക്ക് പോസ്റ്റാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം എത്ര വാഹനങ്ങളാണ് പോകുന്നത്, എത്ര പേരാണ്. ഞങ്ങൾ 6 അഡൾട്ടാണ് കേട്ടോ, 6 മുതിർന്നവരും 3 2 വീലറുമാണ് ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ കുളിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ നമ്മളോട് ഓൾറെഡി പറഞ്ഞാണ് കേട്ടോ അയക്കുന്നത്. കാരണം അവിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് അവർ ഓൾറെഡി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ആൾ ഫുഡ്, അവിടുത്തെ നമുക്ക് ടിക്കറ്റ് ചെയ്ത് തരുന്ന മാഡം ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ ആ ടൈം കൊണ്ട് അവിടെ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്ന ചേച്ചി നമുക്ക് ഫോം എടുത്ത് തന്നു, ഫില്ല് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നതാണേ. അപ്പോൾ നമുക്ക് വീഡിയോസ് കാണാം. നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു യാത്ര ആയതുകൊണ്ട് നമുക്ക് വീഡിയോസൊന്നും നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിയ, അതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കുന്നത്. ക്ഷമിക്കുക. നമുക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന നല്ല നല്ല കാഴ്ചകൾ ഇങ്ങനെ പകർത്തിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ കാട്ടാനയൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ അത് നമ്മളിവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. മല എണ്ണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മല എണ്ണാൻ, കുരങ്ങന്മാർ. അപ്പോൾ ഇനി പോകുമ്പോഴത്തേനും വളരെ ശ്രദ്ധിച്ചു പോകാനുള്ള റോഡുകളാണ് കേട്ടോ. എന്നുവെച്ചാൽ ഒറ്റ വരി പാതയാണ്. അതുപോലെ അവിടെ നിന്നും വണ്ടികൾ പോകുന്നതാണ്. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. നമുക്കൊരു സ്റ്റെക്കേഷനൊക്കെ പോയി ഒന്ന് ചില്ല് ചെയ്തിട്ട് വരാൻ പറ്റിയ ഒരു ഏരിയയാണ് കേട്ടോ നമ്മുടെ മങ്കയം വാട്ടർഫാൾസ്. ഇവിടെയാണ് നമ്മൾ പോകുന്ന വഴിക്ക് മലയണ്ണാനെ കണ്ടതാണ് കേട്ടോ. അങ്ങനെ സൂം ചെയ്തു, പക്ഷേ മരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നല്ല നമുക്ക് ഇതൊക്കെ വന്യജീവി ഇതിൽ പെട്ടതല്ല, വലിയ ഭീകരജീവികളല്ല, എന്നാലും നമുക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളാണ് ഇവയൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ ലക്ക് തന്നെയാണ്. കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് അവർക്കൊക്കെ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പം നമ്മൾ ട്രാവൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണേ. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് കൂടെ കാണാം.
ഫൈനലി അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതൊക്കെ കണ്ടില്ല, ഒരുപാട് പേരാണ് വരുന്നത് കേട്ടോ. ഇത്രയും ചൂടിൽ അവർക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നതാണ്. എല്ലാവരുടെ ആവശ്യം എന്ന് വെച്ചാൽ കുളിക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ട്. പക്ഷേ നമ്മൾ ടിക്കറ്റ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് ഓൾറെഡി പറഞ്ഞാണ് വിടുന്നത് കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് അപകടത്തിൽപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. പക്ഷേ വരുന്നവർക്കൊക്കെ ഇറങ്ങണം, കുളിക്കണം. അപ്പോൾ അവർ ടിക്കറ്റ് ചെയ്യുമ്പോൾ പറയുകയാണ് ഞങ്ങൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുമല്ലേ, അപ്പം ഞങ്ങൾക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റണം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണത്. അപ്പോൾ എപ്പോഴാണ് മലവെള്ളപ്പാച്ചിൽ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പൊന്മുടിയും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതുവഴി നമുക്ക് പൊന്മുടിയിലേക്ക് ഷോർട്ട് കട്ട് പോകാൻ പറ്റും. അപ്പോൾ അതാണ് മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്കിവിടെ ഒന്ന് ഇറങ്ങി കാലും കൈയും ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയൊക്കെ എല്ലാവരും വന്നൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് പോവാം കേട്ടോ. ഈ പാറക്കെട്ടുകൾ ഇല്ലേ, ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ കണ്ടില്ല, ഈ മരം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടോ. എന്തൊരു വലിയ മരമാണ്. എത്ര വർഷമായിട്ടുണ്ടാവില്ല ആ മരം നിൽക്കുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടിയൊക്കെ ഇറങ്ങിയാണ് കേട്ടോ ഉള്ളത്. നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ ഒരു സൗണ്ടെന്ന് പറയുന്നത് നമുക്കൊരു റിലാക്സിങ് ആയിട്ടുള്ളൊരു സൗണ്ടാണ് അവിടെയൊക്കെ. അപ്പോൾ നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തൂടെ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. നമുക്കിത് വേണമെങ്കിൽ കുടിക്കുകയും ചെയ്യാം, കാരണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമല്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. ആ വെള്ളത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ ഒന്ന് നനപ്പിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വീഡിയോസ് കാണാം. അപ്പം നമ്മൾ അവിടെ നിന്നൊന്ന് ഫ്രഷായിട്ട് നമ്മൾ മുകളിലേക്ക് കയറാൻ പോവാണ്. മെയിൻ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ മുകളിലേക്ക് കയറാൻ പോകണം കേട്ടോ. ഭയങ്കരമായിട്ട് പക്ഷെ ഒരു നല്ല പച്ചപ്പൊക്കെ ആണെങ്കിലും, കാരണം പുറത്ത് അത്രയ്ക്ക് ചൂടായതുകൊണ്ടായിരിക്കാം അതിനുള്ളിൽ ഒരു വേറൊരു ഫീലായിരുന്നു. തണുപ്പുണ്ടെങ്കിൽ തന്നെ ആ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല ഈ ഇത്രയും ചൂടിൻ്റെ ഈ കാഠിന്യം കൊണ്ട്. അപ്പോൾ നമുക്കിനി മുകളിലോട്ട് കയറി പോവാം. ഈ സ്റ്റെപ്സൊക്കെ കട്ട് ചെയ്ത പണിക്കാരെ സമ്മതിക്കണം കേട്ടോ. ഇത്രയ്ക്ക് പാടുള്ള സ്റ്റെപ്സാണ്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോകുന്ന വീഡിയോസ് കാണാം.
ത്തേക്ക് നടന്ന് എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ ഒരുപാട് ഇങ്ങനെ പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ. വലിയ വലിയ പാറകളാണ് ഇങ്ങനെ കൂട്ടമായിട്ടിരിക്കുന്നത്. അപ്പം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, കുറച്ച് ഇങ്ങനെ നോർമലായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ ഇക്ക ഓൾറെഡി പോയി ഇത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കാരണം വെള്ളം മഴയുള്ള ടൈമാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് നിറഞ്ഞു പോകും കേട്ടോ വെള്ളം. നമ്മളിതാ ഈ കൈവരി എന്ന് വെച്ചാൽ മുളയല്ല കേട്ടോ, ചിലർ വിചാരിക്കും മുളയെന്നാണ്. പക്ഷെ അത് നോർമൽ റൗണ്ട് പൈപ്പിൽ മുളേൻ്റെ ഷേപ്പ് ഒരു പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത് കുഞ്ഞൊരു ഫൗണ്ടൻ വെള്ളച്ചാട്ടമാണേ. അപ്പോൾ ഇനി അതിൻ്റെ തൊട്ട് മുകളിലും ഒരെണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ കാണാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ ഞങ്ങൾ ആകെപ്പാട് അങ്ങ് ക്ഷീണിച്ചു കേട്ടോ. കംപ്ലീറ്റ് സ്വെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് നനഞ്ഞിരിക്കുവാണേ. അപ്പോൾ നമ്മൾ എന്നാലും എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ, കല്ലിൻകെട്ട് നീലിയ കണക്ക് താഴേക്ക് കരിയൊക്കെ പടർന്നിരിക്കുന്നത്. കാരണം അവിടെ നിന്ന് മുഖമൊക്കെ കഴുകിയിട്ട് മുകളിലോട്ട് കയറിയപ്പം കുറച്ചുകൂടെ സ്വെറ്റ് ചെയ്തെന്നാണ് എനിക്ക്. ഒരുപാട് വിയർത്തു കേട്ടോ നമ്മൾ. അങ്ങനെ നമ്മളിവിടെ വന്നതാ മുകളിലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ വന്ന് ഇരിക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത മൊമെൻറ്റ്സാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നപ്പോഴാണ് ഒരു ബട്ടർഫ്ലൈ വന്ന് മാമയുടെ കയ്യിലിരുന്നത് കേട്ടോ. അത് പക്ഷേ പറന്നൊന്നും പോകുന്നില്ല. നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയി എത്രയോ വർഷം മുമ്പ് അറിയാവുന്ന ആളെപ്പോലെയാണ് കേട്ടോ കയ്യിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു അത്. അങ്ങനെ ഞങ്ങളതിനെ പറത്തി വിട്ടതാണേ അതിനെ. ഇവിടെ ബോധിധർമ്മൻ സ്റ്റൈലിൽ ഗുഹയ്ക്കുള്ളിൽ കയറി ഇരിപ്പുണ്ട് മൈ ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തളർന്ന് നമ്മളിതാ താഴേക്ക് ഇറങ്ങുവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഞാൻ കല്ലിൻകാട്ട് നീരിനെ കണക്കിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിനി ഈ ടൈമിൽ ഇറങ്ങിയാൽ 3 മണിക്ക് ഇറങ്ങിയാൽ നമ്മളൊരു 5 മണിക്കെങ്കിലും നമ്മുടെ വീട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. കമൻറ്റ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ.